ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കോർപ്പറേഷൻ പാർട്ടിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു 50% നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒരു ഈസിയസ്റ്റ് വേ, നമുക്ക് കൂടുതൽ മാർക്ക് നേടാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ആണ് PYQs നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള PYQ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ആർ റിക്വയർഡ് ടു രജിസ്റ്റർ എ പ്രൈമറി കൊയർ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു പ്രൈമറി കൊയർ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര ആളുകൾ വേണമെന്നാണ്. അപ്പൊ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കോർപ്പറേഷനിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, നോർമൽ രീതിയിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം എന്താണ്, എത്ര ആളുകൾ വേണം? 25% വേണം. ഈ 25% മാത്രമായാൽ പോരാ, അവരെന്താണ് ഫ്രം ഡിഫറെന്റ് ഫാമിലിയിൽപ്പെട്ട വ്യത്യസ്ത ഫാമിലിയിൽപ്പെട്ട 25 ആളുകൾ ചേർന്നിട്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്ന ഈ കൂട്ടത്തിൽ വരുന്ന ആളുകൾ? ഫാമിലി മെമ്പേഴ്സ് എന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആരൊക്കെയാണെന്നാണ്. നമുക്കറിയാം മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൽ നോർമലി വരുന്നത് എന്താണ്? ഫാദർ മദർ ഉണ്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് ഫാദർ, സണ്ണ്, ഡോട്ടർ, അതുപോലെ തന്നെ സ്റ്റെപ്പ് സൺ, സ്റ്റെപ്പ് ഡോട്ടർ, ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ, ബ്രദർ, സിസ്റ്റർ, ഹാഫ് സിസ്റ്റർ, വൈഫ് ഓഫ് ബ്രദർ ആൻഡ് ഹാഫ് ബ്രദർ. ഇത്രയും ആളുകളാണ് മെമ്പേഴ്സ് ഓഫ് ഫാമിലി എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം 25% വേണം. ഇവിടെ കൊയർ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും 25 മെമ്പേഴ്സ് ആണ് വേണ്ടത് ഫ്രം ഡിഫറെന്റ് ഫാമിലി. അപ്പൊ ഫാമിലി മെമ്പേഴ്സ് എന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ്? മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വൈഫ്, ഹസ്ബൻഡ്, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, സ്റ്റെപ്പ് മദർ, സൺ, ഡോട്ടർ, സ്റ്റെപ്പ് സൺ, അതുപോലെ തന്നെ എന്താണ് സ്റ്റെപ്പ് ഡോട്ടർ, ഗ്രാൻഡ് സൺ, ബ്രദർ, സിസ്റ്റർ, ഹാഫ് സിസ്റ്റർ, വൈഫ് ഓഫ് ബ്രദർ ഓർ ഹാഫ് ബ്രദർ. ഇത്രയും ആളുകളാണ് ഫാമിലി മെമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഷെഡ്യൂൾ ഡാഷ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സ്പെസിഫൈ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അതായത് ഏത് ഷെഡ്യൂളാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നതെന്നാണ്. നമുക്കറിയാം ഷെഡ്യൂൾ 2 ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ചൊക്കെ നമുക്ക് കോർപ്പറേഷനിൽ നമുക്ക് എന്താണ് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ പറയുന്നത് ഷെഡ്യൂൾ 2 ആണ് സാധാരണ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ്, who shall be competent to frame model bylaw for cooperatives? അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വേണ്ടി മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്നാണ്. മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർക്ക് ഒരുപാട് പ്രത്യേകമായിട്ടുള്ള പദവികളുള്ള ഒരാളാണ്. സാധാരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സാധാരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രാർ എന്നുള്ളത് നമുക്കറിയാം നമ്മളുടെ സാധാരണ സ്ഥാപനങ്ങളുടെ തലവനാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പൊ രജിസ്ട്രാർ ആണ് മോഡൽ ബൈലോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആള്. നെക്സ്റ്റ്, ദ പ്രപ്പോസൽ ടു ദ രജിസ്ട്രേഷൻ ഓഫ് ബൈലോ അമെൻമെന്റ് ഷാൾ ബി സൈൻഡ് ബൈ ഡാഷ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അതായത് ബൈലോ അമെൻമെന്റിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ സൈൻ ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ്? സെക്രട്ടറിയും മെമ്പേഴ്സും ആണ്. നമുക്ക് എന്താണ് ഈ ബൈലോ അമെൻമെന്റിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ, അതായത് ബൈലോ അമെൻമെന്റിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ സൈൻ ചെയ്യേണ്ടത് സെക്രട്ടറിയും മെമ്പേഴ്സും ആണ്. സെക്രട്ടറിയും 2 മെമ്പേഴ്സും ആണ് അതിൽ സൈൻ ചെയ്യേണ്ടത്. അപ്പൊ സെക്രട്ടറി ആരാ? സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. സെക്രട്ടറിക്കും പ്രത്യേകമായിട്ടുള്ള ചില റോളുകൾ നമ്മളുടെ സാധാരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്.
അപ്പൊ സെക്രട്ടറി ആണ് ഇവിടെ ബൈലോ അമെൻമെന്റിന്റെ അപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ട ഒരാൾ. നെക്സ്റ്റ്, ദ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ആർ ടു റിട്ടയർ ഓൺ അറ്റൈനിങ് ദ ഏജ് ഓഫ്. നമുക്കറിയാം നമ്മളൊക്കെ എന്താണ് സാധാരണ മേഖലയിലെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ മേഖലയിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ അല്ലെങ്കിൽ സാധാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിന്റെ റിട്ടയർമെന്റ് ഏജ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 58 വയസ്സ് വരെ എന്താണ് സാധാരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സർവീസ് കിട്ടും. 58ാമത്തെ വയസ്സ് അറ്റൈൻ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അവരെന്താണ് റിട്ടയർമെന്റിന്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 58 ആണ്. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ കേരള ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ്. കേരളത്തിലെ സഹകരണ വിദ്യാഭ്യാസത്തിനും ട്രെയിനിങ്ങിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി ആരാന്നാണ്? അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്, സംസ്ഥാന സഹകരണ യൂണിയൻ ആണ്. നമ്മളുടെ സംസ്ഥാനത്തെ സഹകരണ വിദ്യാഭ്യാസത്തിനും ട്രെയിനിങ്ങിനും എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന സഹകരണ യൂണിയൻ ആണ്. നമുക്കറിയാം സംസ്ഥാന സഹകരണ യൂണിയന്റെ കീഴിലാണ് നമ്മളുടെ HDC JDC കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത് ഒക്കെ ഈ സംസ്ഥാന സഹകരണ യൂണിയന്റെ കീഴിലാണ്. അപ്പൊ ഒരു സംസ്ഥാനത്തെ സഹകരണ വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി ആരാന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. നെക്സ്റ്റ്, ഡാഷ് ഇസ് എ കോമ്പിറ്റന്റ് അതോറിറ്റി ടു ഗ്രാന്റ് റിലാക്സേഷൻ ഓഫ് ക്വാളിഫിക്കേഷൻ ടു ദ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ പ്രൊമോഷൻ. അതായത് പ്രൊമോഷന് വേണ്ടി കോപ്പറേറ്റീവ് എംപ്ലോയീസിന്റെ ക്വാളിഫിക്കേഷന് റിലാക്സേഷൻ നടത്താൻ പറ്റുന്ന കോമ്പിറ്റന്റ് അതോറിറ്റി ആരാന്നാണ്? ഒബിയസ്ലി എന്താണ് രജിസ്ട്രാർ ആണ്. സാധാരണ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ എന്താണ് സാധാരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അപ്പോസ്റ്റൽ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മളുടെ രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ്, ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫിക്സ്ഡ് ബൈ. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാന്നാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ രജിസ്ട്രാർ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ ചോദ്യം എന്താണ്? അർബൻ ബാങ്കുകളിൽ നിന്നാണെങ്കിലോ? അർബൻ ബാങ്കുകളിൽ നിന്നാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? അത് RBI ആണ്. അർബൻ ബാങ്ക് ആണ് എങ്കിൽ അർബൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണെങ്കിൽ RBI ആണ്. ഇവിടെ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ്, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൾ നോട്ട് ഹാവ് ദ പവർ ടു. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്കുള്ള പവേഴ്സ് എന്തൊക്കെയാണെന്നാണ്? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. പക്ഷെ എന്താണ് നമുക്കറിയാം ജനറൽ ബോഡി വിളിച്ചു ചേർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ പല ഘട്ടത്തിലും നമുക്ക് എന്താണ് ജനറൽ ബോഡിനെ വിളിച്ചു ചേർത്ത് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത് നമ്മളുടെ ജനറൽ ബോഡിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ്. അപ്പൊ ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് പക്ഷെ എല്ലാ അധികാരങ്ങളും ഇല്ല. എന്താണ് അവർക്ക് ഇല്ലാത്ത ഒരു പവറാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. താഴെ പറയുന്നതിൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ലാത്ത പവർ എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനുള്ള പവർ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ല. നെക്സ്റ്റ്, ഹു ഷാൾ ബി ദ റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ കണ്ടക്ട് ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെമ്പേഴ്സിന്റെ എലക്ഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ റിട്ടേണിംഗ് ഓഫീസർ ആവുന്നത് ആരാന്നാണ്? ഹു ഷാൾ ബി ദ റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ കണ്ടക്ട് ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. നമുക്കറിയാം താലൂക്കിലാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷന്റെ റിട്ടേണിംഗ് ഓഫീസർ ആരാന്നാണ്? എമംഗ് ദ ഓഫീസേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് ഒരാളെയാണ് അതിന്റെ ഈ ഒരു CCUന്റെ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ട് തീരുമാനിക്കുന്നത്. നമുക്കറിയാം ഒരു താലൂക്കിൽ ഒരു CCU ആണുള്ളത്. എന്നാൽ 2 CCU ഉള്ള ഒരേ ഒരു താലൂക്കാണ് തലശ്ശേരി താലൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും
നമ്മളുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ തമ്മിലുള്ള ഡിഫറൻസ് അടക്കം നമുക്ക് എന്താണ് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷന്റെ കേസിൽ റിട്ടേണിംഗ് ഓഫീസർ ആരാന്നാണ്. അവര് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസറെയാണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തുന്നത്. നെക്സ്റ്റ്, അപ്പൊ നമുക്കറിയാം നമ്മളുടെ അപ്പെക്സ് സൊസൈറ്റി ജൂനിയർ ക്ലർക്ക് വിജ്ഞാപനം PSC പുറത്തുവിട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വിജ്ഞാപന പ്രകാരം നമ്മളുടെ HDC അതുപോലെ BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ എനി ഡിഗ്രി വിത്ത് JDC BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം തന്നെ പറയുന്നു, നമ്മളുടെ പ്രൊഫൈലില് ചിലപ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ ആയിട്ടാവും കാണുക. നിങ്ങളുടെ എന്താണ് ക്വാളിഫിക്കേഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ ആയിട്ടാണ് കാണുക. അത് ഡിക്ലറേഷൻ വൺസ് ഒന്നും കൂടി പ്രൊവൈഡ് ചെയ്യാനുണ്ട്. ആ ഡിക്ലറേഷൻ കൊടുക്കുന്നത് വഴി നിങ്ങൾ എന്താണ് എലിജിബിലിറ്റി അവിടെ കാണിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. നമുക്ക് എന്താണ് ഈ ഒരു അപ്പെക്സ് സൊസൈറ്റി നമ്മളുടെ PSC നമ്മളുടെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകൾ എപ്പോഴും വിളിക്കാറില്ല. വലിയ വിജ്ഞാപനം നമുക്കറിയാം JCAയും കേരള ബാങ്കും ഒക്കെയാണ്. പക്ഷെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള വിജ്ഞാപനങ്ങൾ വല്ലപ്പോഴും PSC വിളിക്കുന്നതാണ്. അപ്പൊ ഇത് എഴുതാതെ വിടരുത്. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിനെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ കൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അപ്പെക്സ് സൊസൈറ്റി ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളുടെ യോഗ്യതയ്ക്കനുസരിച്ച് PSC വിളിക്കുന്ന വിജ്ഞാപനങ്ങൾ വളരെ വിരളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന വിജ്ഞാപനങ്ങൾ ചെറിയ ചെറിയ വിജ്ഞാപനങ്ങളാണെങ്കിൽ പോലും അത് തള്ളിക്കളയരുത്. CSEBയുടെ ഒപ്പം തന്നെ ഒരു കുറച്ചും കൂടി നിങ്ങൾ എന്താണ് ഒരു ഡീപ്പായിട്ട് പഠിക്കണം എന്നേ ഉള്ളൂ. കാരണം നമുക്കറിയാം അപ്പെക്സ് സൊസൈറ്റി പോലുള്ള അല്ലെങ്കിൽ എന്താണ് PSC വിളിക്കുന്ന JCAയും കേരള ബാങ്കും KS കാർഡും അതുപോലെ തന്നെ നമ്മളുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് JCA പരീക്ഷയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ചൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് അതിൽ വന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നോളേജ് വേണം. അത് നിങ്ങൾക്ക് CSEB പരീക്ഷയ്ക്ക് കൂടി ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു സാധാരണ പരീക്ഷയ്ക്ക് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ക്രാക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആസ് പെർ സെക്ഷൻ 56(1). അപ്പൊ സെക്ഷൻ 56(1) പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത് ഏതാണെന്നാണ്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ആണ്. അപ്പൊ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ല. നെക്സ്റ്റ്, വിച്ച് among the following is not an agriculture cooperative banking institution? താഴെ പറയുന്നതിൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തത് ഏതാണെന്നാണ്. ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രൈമറി ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്, ലോങ് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ അർബൻ ബാങ്ക് എന്ന് വന്നിട്ടുണ്ട്, പ്രൈമറി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാണ് നോട്ട് ആൻ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ പ്രൈമറി കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകളാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള കോർപ്പറേഷൻ പാർട്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ സഹകരണ മേഖലയിലെ അവസരങ്ങൾ വലുതാണ്. അപ്പൊ ഈ അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ബാച്ചസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരിക്കൽ കൂടി ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എന്ന നിങ്ങളുടെ സ്വപ്നം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്